ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല പഴുത്ത നേന്ത്രപ്പഴം അതുപോലെ റവയും വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടി ഉണ്ടെങ്കിൽ ഒരു 3 ഏലക്ക പൊടിച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് 1 കപ്പ് റവ കൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. റവയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുക്കായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1/2 ടീസ്പൂണ് എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. എള്ള് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതേ പാത്രത്തിൽ തന്നെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിരകിയ തേങ്ങ 1 കപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ നേന്ത്രപ്പഴം നല്ലപോലെ നെയ്യിൽ വാട്ടിയെടുക്കണം. നെയ്യ് കുറവാണെങ്കിൽ 1 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കണം. നല്ലപോലെ മധുരത്തിന് വേണ്ടി ഞാനിവിടെ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര തന്നെയാണ് ചേർക്കുന്നത് ടേസ്റ്റ് ഉണ്ടാവുക. പഞ്ചസാര ചേർത്ത് കൊടുക്കരുത്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്ക പൊടിച്ചതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പഴം നല്ലപോലെ വെന്ത് അടയുന്ന പരിവാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച റവ നന്നായി ചൂടാറിയിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് കുഴച്ച് ഒരു പത്തിരി പോലെ ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാനുള്ളതാണ്. പഴത്തിൻ്റെ ഫില്ലിങ് ഞാൻ ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഈ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു ചിക്കൻ റോള് പോലെയൊക്കെ ആക്കിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു വാഴയില വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണം.